ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഫ്രൈ ആണ്. നോൺ വെജ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഫ്രൈ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കൂടെ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ 2 ചെറിയ ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. അധികം മുള്ള് വരാത്ത ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതാക്കി നുറുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെറുതാക്കി നുറുക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാതും നുറുക്കിയെടുക്കാം. ഇളയ ചക്കയും കൊണ്ട് തന്നെ അതിൻ്റെ തൊലി മാത്രം കളഞ്ഞാൽ മതി. അതിൻ്റെ ആ നടുക്ക് ഭാഗം മൂക്കൊന്നും കളയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, ഒരു ടേബിൾ സ്പൂൺ മൈദ. നിങ്ങൾ എത്രയാണോ ചക്ക എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് പൊടികളൊക്കെ കൂട്ടാവുന്നതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചക്കന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ. നോക്കിയിട്ട് വെള്ളം കൂടി പോവരുത്. അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം തളിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ആ മസാല ഇതിൽ പുരണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. നല്ല വെള്ളം കൂടി പോവരുത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില പിച്ച് ചെയ്തിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ചിക്കനും ബീഫൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചക്ക സീസണൊക്കെ അല്ലേ, അപ്പോൾ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.